ഹായ് മകളെ, അപ്പോൾ നമ്മുടെ USSന്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറേ മക്കളെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ കഴിഞ്ഞ കൊല്ലം സൈലത്തിൻ്റെ ധ്രുവ ബാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊല്ലവും നിങ്ങൾക്ക് വേണ്ടി സൈലം ഇതാ ഓൺലൈൻ ട്യൂഷൻ ബാച്ചും കൂടാതെ ധ്രുവ ബാച്ചും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ USSനെ പറ്റി ഇമ്പോർട്ടൻസിനെ പറ്റി ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും. അപ്പോൾ നമ്മുടെ ബേസിക് സയൻസിൽ നിന്ന് എങ്ങനെയൊക്കെ പഠിച്ചാലാണ് ഇത്തവണത്തെ USS 2026 നമുക്കൊന്ന് ക്രാക്ക് ചെയ്യാൻ നോക്കിയാലോ. അതിൽ നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് ബേസിക് സയൻസിൽ എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കൊല്ലമാണ് നമ്മുടെ ബേസിക് സയൻസിൻ്റെ പാഠപുസ്തകം മാറിയത്. അപ്പോൾ ഈ മാറിയ പാഠപുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ടോട്ടൽ 10 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ 10 ചാപ്റ്റേഴ്സ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് ആനിമൽസിനെ പറ്റിയും പ്ലാന്റ്സിനെ പറ്റിയും അതുപോലെ തന്നെ സ്കൈനെ പറ്റിയും നേച്ചറിനെ പറ്റിയും ഫുഡിനെ പറ്റിയും കറണ്ടിനെ പറ്റി ഇലക്ട്രിസിറ്റിനെ പറ്റി അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്കൊന്ന് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് വിളയിക്കാം 100 മേനി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത് നമ്മുടെ പ്ലാന്റ്സിനെ പറ്റിയൊക്കെയാണ്. ഇനി സെക്കൻഡ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആസിഡുകളും ബേസുകളും, അതായത് ആസിഡ്സ് ആൻഡ് ബേസ്. അപ്പോൾ ആ പേര് കാണുന്നത് പോലെ തന്നെ എന്താണ് ആസിഡ്സിനെയും ബേസിനെയും പറ്റി കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് വൈദ്യുതിയുടെ ലോകം, അതായത് ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് നമ്മൾ ഫിസിക്സ് പരമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പോകുന്നത്. ഇലക്ട്രിസിറ്റിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് പ്രകാശം പ്രതിപദിക്കുമ്പോൾ അല്ലെങ്കിൽ വെൻ ലൈറ്റ് റിഫ്ലക്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലും നമ്മൾ ലൈറ്റിനെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഹ്യൂമൻ ബോഡീനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അതിനുശേഷമുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഹീറ്റിനെ പറ്റി പറയുന്ന ചാപ്റ്റർ, അതായത് താപത്തെ പറ്റി, താപം നിത്യം ജീവിതത്തിൽ, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഹീറ്റിനെ പറ്റി പറയുന്ന ചാപ്റ്ററാണ്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ ഹ്യൂമൻ ബോഡീനെ പറ്റി തന്നെയാണ്. അതായത് ഹ്യൂമൻ ബോഡിക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ ഒരു 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ആകാശ വിസ്മയങ്ങൾ, സ്കൈനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ, കോൺസ്റ്റലേഷനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ നേച്ചറിനെ പറ്റിയാണ്. പരിസ്ഥിതി നോവിക്കാതെ, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഫുഡിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് അടിപൊളിയായി പഠിച്ചാൽ മാത്രമേ നമുക്ക് USSന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സൈലത്തിൻ്റെ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അവഞ്ചേഴ്സ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ധ്രുവ ബാച്ച് തികച്ചും ഫ്രീ ആയിട്ട് ലഭ്യമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 7ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.